റേമായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് മൂന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഒരാത്മാവ് നഷ്ടപ്പെട്ടത്. ഏത് രീതിയിൽ നഷ്ടപ്പെട്ടാലും ദൈവത്തിന് അതൊരു വിഷയമല്ല. തിരിച്ചു വരുമോ ഇല്ലയോ, അതാണ് ദൈവം നോക്കുന്നത്. തിരിച്ചു വരാൻ തയ്യാറായ സ്വർഗം വേണമെങ്കിൽ അവിടെ കാളക്കുട്ടിയെ കൊന്ന് വലിയൊരു ആഘോഷം അങ്ങ് നടത്തും. ഈശോ ഒരിക്കലും ചോദിക്കുന്നില്ല നീ എത്ര പ്രാവശ്യം ഈ തെറ്റ് ചെയ്തു, നീ എത്ര വർഷമായിട്ട് ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ ആരോടൊക്കെയാണ് ചെയ്തത്. ഇതൊന്നും കർത്താവിൻ്റെ മുമ്പിലൊരു കാര്യമേ അല്ല. പല ആളുകളാണെങ്കിൽ പോലെ അതിൻ്റെ ഒരു ബന്ധനത്തിൽ, അതിൻ്റെ ഒരു പിടുത്തത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എല്ലാവരും പറയും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നവരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ദൈവം ക്ഷമിക്കുന്നൊരു ദൈവമാണ്, പാപങ്ങളൊക്കെ പൊറുക്കുന്നൊരു ദൈവമാണ്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും നമ്മളെ സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി തുറന്നു തരാനായിട്ട് ഒരു സ്വർഗത്തിന്റെ വാതിലുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം കൈ ഉയർത്തി സാക്ഷ്യം നൽകുന്ന ഒരു യുവാവ്. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് സുപരിചിതമായ വചനഭാഗങ്ങളാണ്. 15-ാം അധ്യായം എന്ന് പറയുന്നത് നഷ്ടപ്പെടലുകളുടെ ചില കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് നഷ്ടപ്പെടുന്ന ഒരു മൃഗവും, രണ്ടാമത് നഷ്ടപ്പെടുന്ന ഒരു വസ്തു, മൂന്നാമത് നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രണ്ടാമത്തത് നാണയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു വസ്തു. അപ്പൊ ഈ നാണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇന്നേ ദിവസം ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുക. ഈ നഷ്ടപ്പെട്ട നാണയം അത് അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ആ സ്ത്രീയെ എപ്പോഴും ഈശോ ഉപമിച്ചത് സ്വർഗമായിട്ടാണ്. സ്വർഗത്തിന്റെ സന്തോഷം, ഈ സ്ത്രീയുടെ സന്തോഷം സ്വർഗത്തിന്റെ സന്തോഷമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. നമുക്കറിയാം, നഷ്ടപ്പെട്ട വസ്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ മുറിയിൽ നമ്മളൊരു വസ്തു കഷ്ടപ്പെടാം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ലോഹ ഇടുന്ന സമയത്ത്, ലോഹയ്ക്ക് 16 ബട്ടൺസ് ആണ്. 16 ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പാടാ. വൈറ്റ് മാർബിൾ ഇട്ട പ്രതലമാണെങ്കിലും അതിൽ കണ്ടുപിടിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് യഹൂദന്റെ ഭവനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വൈക്കോല് കൊണ്ടൊക്കെ ആയിരിക്കാം. വൈക്കോലിന്റെ ഇടയിൽ ഒരു നാണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുമാത്രമല്ല, ഒരു പശ്ചാത്തലം അവിടെ കിടക്കുന്നത് ഈ യഹൂദരുടെ ഇടയിലെ സ്ത്രീകള് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവര് 10ഓളം സിൽവർ നാണയങ്ങൾ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതൊരു സിൽവർ ചെയിനായിട്ട് തലയിൽ ഇവിടെ ധരിക്കും. അപ്പോൾ അങ്ങനെ ധരിക്കുന്നത് മാരീഡ് ആയിട്ടുള്ള, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അടയാളമായിട്ടാണ് അവർ അങ്ങനെ ധരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് വിവാഹിതയാണെന്ന് മനസ്സിലാകും. ഒപ്പം തന്നെ ആ സിൽവർ ചെയിൻ സൂചിപ്പിക്കുന്നത് അവളുടെ വിവാഹ ബന്ധത്തെയും വിവാഹത്തിന്റെ പരിശുദ്ധിയെയും കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടില്, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മന്ത്രകോടി, താലി, മോതിരം, വെഡിങ് റിംഗ്, അത് ഭയങ്കര വ്യത്യാസമാണ്. അത് വളരെ വിശുദ്ധമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചൊരു കഥയുണ്ട്, കഥയല്ല, സംഭവമാണ്. ഒരിക്കലും വിമാനം, എയർപ്ലെയിൻ തകർന്നു വീണത് ഒരു കാടിന് നടുവില്ല. അതിനകത്ത് ഒരുപാട് പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കൊടുങ്കാടായതുകൊണ്ട് ഒരുപാട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് ഒരു സ്ത്രീ അതിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം അന്വേഷിച്ചത് വെർ ഇസ് മൈ വെഡിങ് റിംഗ് എന്നാണ് ചോദിച്ചത്. വെർ ഇസ് മൈ വെഡിങ്, എൻ്റെ വിവാഹ മോതിരം എവിടെയാണെന്ന് ആ പെൺകുട്ടി അന്വേഷിക്കുന്നത്. അതായത് അവർക്കത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ യഹൂദ സ്ത്രീക്കും ഇവളുടെ ഈ സിൽവർ ചെയിൻ അങ്ങേറ്റം പ്രധാനപ്പെട്ടതാണ്. ആ 10 കോയിനിലെ ഒരെണ്ണം പോലും അവൾ ആര് കടഞ്ഞു ചോദിച്ചാലും കൊടുക്കില്ല. എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും 10 ഒരെണ്ണം പോലും അവള് ആർക്കും കൊടുക്കുകയില്ല. കാരണം അത്രയും പരിഭാവനമായിട്ട് സൂക്ഷിക്കുന്ന. അപ്പൊ അതിലെ ഒന്നായിരിക്കാം നഷ്ടപ്പെടുന്നത്. അത് കണ്ടുകിട്ടി കഴിയുമ്പോൾ, ഈ വൈക്കോലിന്റെ ഇടയിൽ നിന്നൊക്കെ അവൾ അതിന്റെ തിളക്കമുള്ള നാണയം കണ്ടുകിട്ടി കഴിയുമ്പോൾ അവളിങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കല് ശരിക്കും കർത്താവ് ഇങ്ങനെ അത് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. സ്വർഗത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞതാണ്. നമ്മൾ 4 പേരിൽ ഒരാൾ വഴിതെറ്റിപ്പോയാൽ, ഒരു 10 പേരിൽ ഒരാൾ വഴിതെറ്റിപ്പോയി തിരിച്ചു വരുമ്പോൾ സ്വർഗം മുഴുവനും സന്തോഷിക്കുന്ന ഒരു കാര്യം. അത് ആ സ്ത്രീക്കുണ്ടാകുന്നത് അങ്ങേറ്റമാണെങ്കിൽ അതിനേക്കാളും വലുതാണ്, 10 ഇരട്ടി വലുതാണ് കർത്താവിന് സ്വർഗത്തിലുണ്ടാകുന്നത്, ദൂതന്മാർക്കുണ്ടാകുന്നതെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു വലിയ സൈന്യമുണ്ട്, ഒരു വലിയ ഗണമുണ്ട്. അത് സ്വർഗത്തിലാണ്. ദൈവമാണ് അത് അന്വേഷിക്കുന്ന കാര്യം, സ്വീകരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഇന്ന ദിവസം നമുക്ക് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു പോകാം. അതായത് കർത്താവ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ അത്രമാത്രം കെയർ ചെയ്യുന്നത്, അത്രമാത്രം വലിയ അവന്റെ തിരിച്ചുവരെ എന്തുകൊണ്ടാണ് ദൈവം അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് കരുതുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വഴിതെറ്റിപ്പ്, അതായത് ഒരു പാപി തിരിച്ചു വരുമ്പോഴാണ്. ശരിയാണ്, ഞാനൊരു നന്മ ചെയ്യുമ്പം
ദൈവത്തിന് സന്തോഷം ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഞാനൊരു രോഗിയെ നോക്കുന്ന ദൈവത്തിന് സന്തോഷം. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ വഴിതെറ്റിപ്പോയ ഒരാൾ തിരിച്ചു വരുമ്പോഴാണ്. അത് ഏത് രീതിയിൽ വഴിതെറ്റിപ്പോയാലും. ഇപ്പൊ അച്ഛൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു 3 ഉപമകളും നഷ്ടപ്പെടലുകളുടെ ഉപമകളാന്ന് പറഞ്ഞു. ഈ 3 ഉപമകളും പറയുന്നത് എന്താ? ഒരാത്മാവ് ഏതെല്ലാം രീതിയിൽ നഷ്ടപ്പെടാം. ആദ്യത്തേത് പറയുന്നത് എന്താ? ആട് അതിന് വേറൊരു മേച്ചിൽ സ്ഥലം കണ്ടപ്പം അങ്ങോട്ട് പോയി. അതായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ട് ഇങ്ങനെ ആകർഷണം വന്ന് നമ്മൾ അങ്ങനെ ആകർഷിച്ച് അതിലേക്ക് പോകും. ചിലപ്പോൾ ഒരു യുവാവ് കൂട്ടുകാര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മദ്യപിക്കുന്ന കൂട്ടുകാരെ കണ്ടപ്പം അവനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയതായിരിക്കാം. അവന് ചെറിയൊരു ആകർഷണം തോന്നി. പിന്നെ അവൻ അങ്ങനെ അങ്ങ് പോവുകയാണ്, ഈ ആട് പോയതുപോലെ. ഇനി അതുപോലെ രണ്ടാമത്തെ, ഈ നാണയം എങ്ങനെയാ നഷ്ടപ്പെടുക? നാണയം ഒരിക്കലും സ്വയം നഷ്ടപ്പെടാൻ പോകുന്നില്ല. നാണയം നഷ്ടപ്പെടുന്നത് ആ സ്ത്രീയുടെ അശ്രദ്ധ മൂലം, ജസ്റ്റ് കെയർലെസ്നെസ്. അപ്പൊ നമ്മളും ചിലപ്പം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് ഈ അശ്രദ്ധ കാരണമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലെ ഈ കുറെ വ്യഗ്രതകൾ വന്നപ്പോൾ ബിസി ആയി പോയ ഒരു സമയത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ ആയിരിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ മൂന്നാമത്തത് നമുക്കറിയാം, സ്വന്തം ഇഷ്ടപ്രകാരം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇത് 3 വ്യത്യസ്തമായ രീതിയിലാണ് ഒരാത്മാവ് നഷ്ടപ്പെട്ടു. ഏത് രീതിയിൽ നഷ്ടപ്പെട്ടാലും ദൈവത്തിന് അതൊരു വിഷയമല്ല. തിരിച്ചു വരുമോ ഇല്ലയോ, അതാണ് ദൈവം നോക്കുന്നത്. തിരിച്ചു വരാൻ തയ്യാറായ സ്വർഗം വേണമെങ്കിൽ അവിടെ കാളക്കുട്ടിയെ കൊന്ന് വലിയൊരു ആഘോഷം നടത്തും. സാധാരണ നമുക്ക് അങ്ങനെ ചിന്തയുണ്ട്. ദൈവം പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അത് മറഞ്ഞു നിൽക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. പഴയ ആദം ഹവ്വ, അത് ഇപ്പോഴും ആ ചിന്തയുണ്ട്. പാപം ചെയ്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ ഇങ്ങനെ പറയില്ലേ, ദൈവം പാപിയെ വെറുക്കുന്നില്ല, പാപത്തെയാണ് വെറുക്കുന്നത്. പാപാവസ്ഥ എല്ലാവരിലും ഉണ്ട്. തിരിച്ചു വരുന്നവനെ ദൈവം ഇരുകൈ നീട്ടി സ്വീകരിക്കും. അപ്പൊ പാപത്തെ വെറുക്കുന്ന ദൈവമാണ്, പാപിയല്ല വെറുക്കുന്നത്. നമ്മളെല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ തിരിച്ചുവരവ് എപ്പോഴും ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിലൊക്കെ. ഈശോ ആ തിരിച്ചുവരവ് നമ്മളുടെ ഒരു മാനസാന്തരം, അത് എത്ര കൊടും പാപിയാണെങ്കിലും ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പം ബൈബിളിലൊക്കെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മയെന്നൊക്കെ പറയാം. നമ്മൾ ഇന്നും നമ്മളൊക്കെ കരുതുന്നത് ഏറ്റവും വലിയൊരു തിന്മ പോലെ നമ്മൾ കരുതുന്നത് ഈ വ്യഭിചാരം അങ്ങനെയുള്ള തിന്മകളാണ്. അന്നും അത് തന്നെയാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അപ്പം ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുമ്പിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. കല്ലെറിയാൻ നിൽക്കുന്നവരുടെ മുൻപിലും മരണമല്ലാതെ മറ്റൊരു വിധിയില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈശോ കുനിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതെന്തിനാണെന്നറിയാം? അവളുടെ പാരലലായിട്ട് വരാൻ വേണ്ടിയിട്ട്. അവളുടെ മുഖം കുനിഞ്ഞിരിക്കുക, അതോടൊപ്പം ഈശോയും കുനിയുക. അത്രയോ ആളുകളുടെ മുമ്പിൽ എല്ലാവരും നിവർന്ന് നിൽക്കുമ്പോൾ ഈശോ കുനിയാണ്, അവളോടൊപ്പം ആവുകയാണ്. അതാണ് നമ്മുടെ നല്ല തമ്പുരാൻ എന്ന് പറയുന്നത്. നമ്മൾ അനുദപിക്കാൻ തയ്യാറാണോ, അവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈശോ ഒരിക്കലും ചോദിക്കുന്നില്ല, നീ എത്ര പ്രാവശ്യം ഈ തെറ്റ് ചെയ്തു, നീ എത്ര വർഷമായിട്ട് ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ ആരോടൊക്കെയാണ് ചെയ്തത്. ഇതൊന്നും കർത്താവിൻ്റെ മുമ്പിൽ ഒരു കാര്യമേ അല്ല. അവൻ്റെ ഒരു ആഗ്രഹം ഇത്, നീ തിരിച്ചു വരാൻ തയ്യാറാണ്, നിന്നെ ഞാൻ വിധിക്കത്തില്ല. പക്ഷെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇനിമേൽ ആ പാപത്തിലേക്ക് വരരുത്. ഈ ഉപമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളിലും നമ്മൾ കണ്ടു. ജോസച്ചൻ പറഞ്ഞ കണക്ക്, ആദ്യം അജ്ഞത കൊണ്ടുപോയി, രണ്ടാമത് അശ്രദ്ധ കൊണ്ട് നാണയം കളഞ്ഞുപോയി, മൂന്നാമത് ധൂർത്തപുത്രൻ അഹങ്കാരം കൊണ്ടുപോയി. ഏത് വഴികളിലൂടെ പിന്നോക്കം പോയവനാണെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവൻ സ്വീകരിക്കും. അപ്പോൾ ദൈവം തയ്യാറാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. അത്രത്തോളം വലിയൊരു സ്നേഹമാണ്. നമുക്കൊരു ഗാനം തന്നെയില്ലേ, എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, നമ്മളെ തോളിലേറ്റി താരാട്ടുപാടി നമ്മളെ മാറോട് ചേർക്കുന്ന ഒരു സ്നേഹമാണ്. ഈ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതൊന്നും, നമ്മൾ പലപ്പോഴും പാപത്തിൽ തന്നെ കഴിയുന്നതിൻ്റെ ഒരു കാരണം നമ്മളോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഈശോ അങ്ങനല്ല പറയുന്നത്. അസ്തമിക്കാത്ത ഒരു സ്നേഹമാണ് തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ. നമുക്ക് ആ ഗാനം ഒന്ന് പാടിയാലോ? എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം
ആ ദിവ്യ സ്നേഹമാണു ദൈവം, എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഒരു ചെറിയൊരു സംഭവം കൂടെ ഞാൻ പറയാം. വൈദിക ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു കാര്യമാണ്. അതായത് ഞാനൊരു കടപ്പുറത്ത് ധ്യാനിപ്പിക്കാൻ പോയതാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിക്കകത്തല്ല ധ്യാനം, പോപ്പുലർ മിഷൻ ധ്യാനമാണ്, നമുക്കറിയാം. അത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ ഒരുക്കുന്നിടമാണ്. ഇത് കടപ്പുറത്തായിരുന്നു. ഈശോ പഠിപ്പിച്ചതാണ്. വളരെ രസകരമായിട്ടുള്ളൊരു ധ്യാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുമ്പസാരത്തിൻ്റെ ദിവസം കഴിഞ്ഞു. അത് നമുക്കറിയാമല്ലോ, ബുധനാഴ്ചയാണ് കുമ്പസാരത്തിൻ്റെ ദിവസം. അത് പകല് മുഴുവൻ നമ്മൾ ഇരുന്നിട്ടും അത്യാവശ്യം ആളുകളെല്ലാം വന്ന് കുമ്പസാരിച്ചു പോയി. രാത്രിയിലും നമ്മൾ പറഞ്ഞു 9:30 ആകുമ്പോഴാണല്ലോ കഴിയുന്നത്, ഇനി ആരെങ്കിലും കുമ്പസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം എന്നുള്ള രീതിയിൽ പറയും. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയൊരു നിര തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ 2 അച്ഛന്മാരേ ഉള്ളൂ. എങ്കിലും നമ്മളിരുന്നു. 10 മണിയായി, 11 മണിയായി, 11:30 അപ്പം ഏകദേശം എല്ലാവരും കഴിഞ്ഞു. ഒരു പയ്യൻ മാത്രം മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവസാനം എല്ലാവരും തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു, കുമ്പസാരിക്കാനാണോ? അതേന്ന് പറയും. എൻ്റെ അടുത്ത് വന്നു. ഞാൻ അല്പം കൂടുതൽ നേരം എടുക്കും, അച്ഛൻ എന്നെ കേൾക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു കേൾക്കാം. ഞാൻ എന്നാലും ഒരു 15-20 മിനിറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവനൊരു 1 മണിക്കൂറോളം നീണ്ട ഒരു കുമ്പസാരം. എല്ലാവരും പോയി, ഞാൻ ഇരുന്ന് കേൾക്കുകയാണ്. മുകളിൽ ആകാശം, നമ്മുടെ സൈഡിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ, പിന്നെ പൂഴി താഴെ, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2 പേരും മാത്രം ഇങ്ങനെ കേൾക്കും. ഇവൻ കരയുന്നുണ്ട്. ഇവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പാപങ്ങളും കുഞ്ഞുനാൾ മുതലുള്ള തിക്താനുഭവങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. പറയുമ്പം ശരിയാണ്, മനുഷ്യനൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒക്കെ അവൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ലല്ലോ. ഞാനിവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. കൊച്ചു പയ്യനെ, 10-22 വയസ്സേ ഉള്ളൂ. അവനെ ചേർത്ത് പിടിച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു, മോനെ, ഇത് ഈശോ ക്ഷമിക്കുമോ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോ ക്ഷമിക്കുമോ? അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, ഈശോ ക്ഷമിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അല്ല, ഈശോ ക്ഷമിക്കും. അവൻ വീണ്ടും എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, സത്യമായിട്ട് ഈശോ ക്ഷമിക്കും? ഞാൻ പറഞ്ഞു, സത്യമായിട്ട് ഈശോ ക്ഷമിക്കും. അവനത് വിശ്വസിക്കാൻ പറ്റും. അവൻ വീണ്ടും ചോദിക്കും, എന്നെ ഇവിടെ ഈശോ ക്ഷമിക്കുമോ? പറഞ്ഞു, പൂർണ്ണമായിട്ട് ഈശോ ക്ഷമിക്കും. പിന്നെ മറ്റേ കരച്ചിലങ്ങ് ഏങ്ങലടിച്ചുള്ള കരച്ചിലായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അപ്പം സ്വർഗം മുഴുവൻ സന്തോഷം. ഇതിനോട് കൂട്ടിച്ചേർത്തൊരു വചനം പറയാവുന്നു, ബാറുക്ക് പ്രവാചന പുസ്തകം 4:28. അതിപ്പോഴും നമുക്ക്, ഞാനിപ്പോ പാപത്തിന്റെ ഇത് പറയുന്നൊരു വചന, അത് മനോഹരമായിട്ട് വചനം, നീ ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് അവിടുത്തെ തേടുവി. അപ്പോൾ അകലാൻ കാണിച്ചത് കുറച്ചായിരിക്കുള്ളൂ, പക്ഷെ അതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്നാൽ നിന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഭയങ്കര ആശ്വാസം തരേണ്ട വചനം അല്ലേ. സാധാരണ ഈ ഫരിസേയന്റെ മനോഭാവത്തില് ദൈവത്തിന്റെ കോൺസെപ്റ്റ് വ്യത്യാസമാണ്. ഒരു ദൈവം ഒരിക്കലും പാപിയെ തേടി വന്ന ദൈവം അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈശോ പറയാണ്, ഞാൻ ദൈവപുത്രനാണ്, ദൈവമാണ്, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. അപ്പോൾ ഫരിസേയൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദൈവം. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ദൈവം അവതരിപ്പിച്ചിരിക്കുക. പാപിയെ ചേർത്ത് പിടിക്കാനാണ് വന്നത്. പാപിയെ ചേർത്ത് പിടിക്കാൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പഠിപ്പിക്കാൻ വന്ന ക്രിസ്തു. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ കർത്താവിനെ അവതരിപ്പിക്കേണ്ട സമയമാണ്. കാരണം ഒരുപാട് യുവജനങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ യുവജനങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ ഒരു പേടിയിൽ പോകുന്നവരുണ്ട്. ദൈവം കരുണ കാണിക്കുമോ? ഒരുപാട് പേര് ഇപ്പോൾ പല ആളുകളാണെങ്കിൽ പോലെ അതിൻ്റെ ഒരു ബന്ധനത്തിൽ, അതിൻ്റെ ഒരു പിടുത്തത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എല്ലാവരും പറയും, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നവരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ദൈവം ക്ഷമിക്കുന്നൊരു ദൈവമാണ്, പാപങ്ങളൊക്കെ പൊറുക്കുന്നൊരു ദൈവമാണ്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. അതന്നെ സുവിശേഷത്തിന്റെ വലിയൊരു കാര്യം.
അതായത് ചേർത്ത് വെച്ച് തന്നെ ഒരു കാര്യം പറയാവുന്നത്, ഇപ്പം മാനസികമായിട്ട് നമ്മളൊക്കെ വഴിതെറ്റിപ്പോയേക്കാം. അതുപോലെ തന്നെ ഒരു നാണയം അത് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇതൊക്കെ മാനസികമാണ്. പക്ഷെ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് ദൈവികം എന്ന് പറയുന്നത്. ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റി പന്നിക്കുഴിയിൽ അകപ്പെട്ടു. പക്ഷെ അവനൊരു സുബോധമുണ്ടായി, തിരിച്ചു വരാനുള്ള ഒരു ദൈവികമായ മനോഭാവം ഉണ്ടായി. അപ്പോൾ ഓരോ കുമ്പസാരത്തിലും നമ്മൾ കാണുന്നത് ഒരു കരുണയുടെ മനോഭാവമാണ്. അപ്പം ആ മനോഭാവം ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഉപമകൾ, നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും ഉപമകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അന്വേഷിച്ച് ഉത്സാഹത്തോടു കൂടെ അവൾ അന്വേഷിച്ചു, അപ്പ കണ്ടെത്തി. സക്കേവൂസ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആഗ്രഹത്തോടു കൂടി അവൻ തിരിച്ചു വന്നപ്പോഴാണ് സ്വർഗരാജ്യം അവനെ പ്രതി സന്തോഷിച്ചത്. അപ്പൊ എല്ലാവർക്കും ഒരു അവസരമുണ്ട്, തിരിച്ചു വരാൻ ഒരു അവസരമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടതാണ്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ട കൂട്ടത്തിൽ ഇങ്ങനെ ഒരു റീൽസ് വന്നു. അപ്പോൾ അതിൽ ഒരു പയ്യൻ, ഒരു യുവാവ്, ആ യുവാവ് ഇങ്ങനെ ആദ്യമൊക്കെ ഭക്തി ഉണ്ടായിരുന്നു. ചെറിയ നാളിലൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും, കൂതാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് കൂടെ നിൽക്കും, അച്ഛൻ്റെ ഒപ്പം അൽത്താര ശുശ്രൂഷയൊക്കെ ആയിരുന്നു. പക്ഷെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആ വഴിയിൽ നിന്നും മാറിപ്പോയി. ഹൈസ്കൂളായപ്പോൾ ഞാനെന്താ ഭാവം, കൂട്ടുകാരുടെ ഒപ്പം കൂടി നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ മദ്യപാനം, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വഴിയിൽ പോയി. അവസാനം ഒരു ജോലി ആവശ്യം വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, നീ ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുക. തിരിച്ച് ആ പാതയിലേക്ക് തന്നെ അവൻ തിരിച്ചു വന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കണ്ടു. വിശുദ്ധ കുർബാന പരമാവധി യോഗ്യതയോട് കൂടി സ്വീകരിക്കാനൊക്കെ തയ്യാറെടുത്തു. അങ്ങനെ ഒടുവിൽ തിരിച്ചു വന്നപ്പോൾ ജോലിയൊക്കെ കിട്ടി. ആ യുവാവ് തിരിച്ചു വന്ന് ശേഷം പറഞ്ഞ ഒരു സാക്ഷിയാണ് കാണാനിടയായിട്ട്. യുവാവ് ഇപ്രകാരം പറയാണ്, തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും നമ്മളെ സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി തുറന്നു തരാനായിട്ട് ഒരു സ്വർഗത്തിന്റെ വാതിലുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം കൈ ഉയർത്തി സാക്ഷ്യം നൽകുന്ന ഒരു യുവാവ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു, നമ്മുടെ കുടുംബങ്ങളിലുള്ള മക്കൾക്കൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം വൊക്കേഷൻ പ്രൊമോഷനൊക്കെ പോയപ്പോൾ അമ്മമാർ പറയുന്നുണ്ട്, കൊറോണ കഴിഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ മൊബൈൽ ഏത് സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കമ്പ്യൂട്ടറിലാണ് ഏത് സമയം, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോൺ താഴെ വയ്ക്കുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ തിരിച്ചു വരാനൊരു അവസരമുണ്ട്, തിരിച്ചു വരാനൊരു സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. മോനിക്കാൻ നമുക്കറിയാം, അഗസ്റ്റിനോസിന് വേണ്ടി കണ്ണീരോടെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചപ്പോഴാണ് അഗസ്റ്റിനോസ് തിരിച്ചു വന്നത്. കാർഡിനൽ വാൻതുവാൻ വർഷങ്ങളോളം വിയറ്റ്നാം ജയിലിൽ കഴിഞ്ഞ ഒരു കാർഡിനലാണ്. അദ്ദേഹം ജയിലിന് മോചിതനായി വന്ന് മാർപ്പാപ്പയൊക്കെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അവരെ ധ്യാനിപ്പിച്ചപ്പം ഈ കാർഡിനൽ വാൻതുവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ 5 കാരണങ്ങൾ, 5 ബലഹീനതകളുണ്ട്. 5 വീക്ക്നെസ്സസ് ഫോർ മൈ ക്രൈസ്റ്റ്. അതിലൊരു ബലഹീനത എന്താന്ന് വെച്ചാൽ, ഹി ഹാസ് വെരി പുവർ മെമ്മറി. എൻ്റെ കർത്താവിന് മെമ്മറി എന്നുള്ളത്, ഓർമ്മ എന്നുള്ളത് വളരെ പൂറാ. ഈ ഓർമ്മ നമുക്കാണ്, നമ്മളാണ് ഈ പാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിൽ കിടക്കുന്നവര്. കർത്താവിന് അങ്ങനെ ഒരു കാര്യമില്ല. നീ ഇന്നലെ എന്തായിരുന്നു എന്നുള്ളത് അവനൊരു വിഷയമല്ല, അല്ലെങ്കിൽ നീ കഴിഞ്ഞ മൊമെന്റിൽ എന്തായിരുന്നു എന്നത് അവനൊരു വിഷയമല്ല. അവന്റെ വിഷയം നീ ഇപ്പം തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ്. ഇത് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, വി ആർ ടയേർഡ് ഓഫ് ആസ്കിങ് ഹിസ് മേഴ്സി. അവന്റെ കരുണ യാചിച്ച് നമ്മളാണ് പലപ്പോഴും ബലഹീനരായി പോകുന്നത്. പക്ഷെ അവൻ എത്രമാത്രം കരുണ കാണിക്കാനോ അവന് ഒരു കുഴപ്പമില്ല. അവൻ ഒരിക്കലും മടുക്കുന്നില്ല, കരുണ കാണിച്ച് മടുക്കുന്നില്ല. നമ്മളാണ് ചോദിച്ച് മടുപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കരുണയുള്ള ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവം അത് കരുണയാണ്. നമ്മള് കുർബാനയിൽ പോലും പ്രാർത്ഥിക്കണം, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ് ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ എന്ന് പറയുന്നത്. ദൈവത്തിന് അതാണ് അറിയുന്നത് എന്നുള്ളൊരു കാര്യം. വരയൻ സിനിമയിലെ ആ അച്ഛന്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, ആദ്യം നമ്മള് പാവം ചെയ്താൽ ഈശോ ക്ഷമിക്കും, സ്നേഹിക്കും. പിന്നെയും പാവം ചെയ്താൽ എന്ത് ചെയ്യും? ഈശോ സ്നേഹിക്കും. അപ്പൊ പിന്നെയും പാവം ചെയ്താലോ? ഈശോ സ്നേഹിക്കും. പിന്നെ അച്ഛൻ സമയം കൊടുത്ത് ഇതേ ചോദ്യം ആവർത്തിച്ചു. വീണ്ടും ആളുകൾക്ക് സംശയമാണ് ക്ഷമിക്കുമോ എന്നുള്ളത്. പക്ഷെ അച്ഛനറിയാം. അതായത് ഈ കുമ്പസാരക്കൂടിലേക്കൊക്കെ നമ്മൾ അച്ഛന്മാര് കൊച്ചച്ഛന്മാരാണല്ലോ. നമ്മുടെ അടുത്തൊക്കെ ഈ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള കുമ്പസാരം യുവജനങ്ങളുടെ കാര്യം. മിക്കവാറും ഒക്കെ ധ്യാനകേന്ദ്രത്തിലൊക്കെ ആയിരുന്ന സമയത്തും ധ്യാനിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴും ഒക്കെ ഇവര് വന്ന് കുമ്പസാരിക്കുന്നതിന് ഒരു ആത്മാർത്ഥതയുണ്ട്. ചിലപ്പോൾ അവർ വരുന്നവർ കുറവായിരിക്കും, പക്ഷെ വരുന്നവരുടെ കുമ്പസാരം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് കൺവിക്ഷനും ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല ബോധ്യമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പോലും ചിലപ്പം കരഞ്ഞു പോകും. ഇവർ കരഞ്ഞുകൊണ്ട് ഇവരുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പോലും കരഞ്ഞു പോകും. പക്ഷെ അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ പാപത്തിന്റെ ഒരു അനുതാപമാണ്. നമ്മൾ കരയുന്ന അവരുടെ അനുതാപം കണ്ടിട്ടില്ല, ദൈവത്തിന്റെ കരുണ കണ്ടിട്ടാണ്. അപ്പൊ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു
വചനഭാവത്തിന് മറ്റൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ്. അതായത് ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ എല്ലാത്തിനെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. തിരിച്ചു പിടിക്കാനാവാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യവുമില്ല. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന യുവജനങ്ങൾ കാണും, അല്ല ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷെ ചിലപ്പോൾ വലിയ പരാജയമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പക്ഷെ ചിലപ്പോൾ ഒരല്പം കാത്തിരുന്ന് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടെ ആശ്ലേഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. ബോബി ജോസ് കട്ടിയാട് അച്ഛൻ പറയുന്ന ഒരു നല്ലൊരു കൊട്ടേഷനാണ്, തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അത് ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോധ്യമാണ് ആ ഒരു ക്രൈസ്തവികതയുടെ ഒരു വലിയ മറ്റ് എല്ലാ സംസ്കാരങ്ങളിലും ഒക്കെ പറയും തെറ്റിപ്പോയവൻ പോയി, പുകഞ്ഞ കൊള്ളി പുറത്ത്. പക്ഷെ പുകഞ്ഞ കൊള്ളിയാണെങ്കിലും അതാണ് ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, എരിയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ പോലും നൃത്തമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ ഒരു ബോധ്യം ദൈവം തമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ അല്പം കരുണയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അല്പനാളത്തേക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, പക്ഷെ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ പറ്റും, ദേവാലയത്തിൽ നടന്നു നിൽക്കുന്ന യുവജനങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു ഭർത്താവിനെ അല്ലെ ജീവിത പങ്കാളിയെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഈവൻ അവിശ്വസ്തയായി പോകുന്ന ഒരു ഭാര്യയെയോ അല്ലെ ഭർത്താവിനെയോ ഇവരെയൊക്കെ തിരിച്ചു പിടിക്കാം. പക്ഷെ ഇതിനല്പം കരുണ ഉണ്ടാവണം. കാര്യം ജീവിതത്തിന്റെ ഏത് ബലഹീനതയിലാണ് ആരാണ് തെറ്റിപ്പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. മനുഷ്യരാണ്, ബലഹീനരാണ്, എല്ലാവർക്കും തെറ്റുപറ്റാം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ബെർഗോളിയോ താങ്കൾ ആരാണ്? അപ്പൊ അദ്ദേഹത്തിന് മറുപടി പറയുന്നത് ഐ ആം എ സിന്നർ. അതായത് നമ്മുടെ സഭയെ നയിക്കുന്ന മാർപ്പാപ്പ, ഇന്നത്തെ മാർപ്പാപ്പ, എന്നാൽ ഒന്നാമത്തെ മാർപ്പാപ്പയും അദ്ദേഹവും പറയുന്നുണ്ട്, കർത്താവെ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണേ. അപ്പം മാർപ്പാപ്പമാര് പോലും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ വൈദികർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബോധ്യം നമ്മൾ പാപികളാണ്. സാധാരണ അൽമായരും അല്ലെ കുടുംബസ്ഥരും ഒക്കെ മനസ്സിലാക്കണം നമ്മൾ പാപികളാണ്. പക്ഷെ ഈ പാപത്തിൽ എല്ലായ്പ്പോഴും കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തിരിച്ചു വരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര കരുണ കാണിച്ചാലും അവനും മടുപ്പ് തോന്നില്ല. ഈ ഒരാഴ്ച ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒന്ന് തിരിച്ചു വാ. ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മുടെ ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടാകാം. ദൈവം അതൊന്നും നോക്കുന്നില്ല. തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ അവൻ 2 കൈ നീട്ടി നമ്മളെ സ്വീകരിക്കും. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടോ ഇല്ലയോ? അകന്നു പോയെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്താനുള്ള ഒരു മനസ്സ് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. ഈ ഒരാഴ്ചയിൽ ഞാൻ ഒരു ദിവസം നല്ലൊരു കുമ്പസാരം നടത്തും എന്നൊരു തീരുമാനമെടുക്കാം. നല്ല കുമ്പസാരമൊക്കെ നടത്തി നമുക്ക് അടുത്ത ആഴ്ച കാണുന്നത് വരെ നല്ലൊരാഴ്ച ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.